പാൽ സൊസൈറ്റി സെക്രട്ടറി പണം തട്ടിയെന്ന് ആരോപിച്ച് പ്രസിഡന്റ് കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്തു. തെക്കേപ്പറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് വി കെ പ്രഭാകരനാണ് മരിച്ചത്. തന്റെ വ്യാജ ഒപ്പുപയോഗിച്ച് സൊസൈറ്റിയുടെ സെക്രട്ടറിയായ ശരത് കുമാറും ജീവനക്കാരി രമയും 15 ലക്ഷം തട്ടിയെന്ന് കത്തിൽ പറയുന്നു. മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് പ്രഭാകരന്റെ കുടുംബം ആവശ്യപ്പെട്ടു. ഇന്നലെ വൈകിട്ടാണ് വീടിനോട് ചേർന്ന് ഇദ്ദേഹത്തെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. വർഷമായിട്ട് അച്ഛൻ വർക്ക് ചെയ്യുന്നത് മറ്റേ തെക്കേപ്പറമ്പ് ക്ഷീരോത്പാദന സംഘത്തിൽ വർക്ക് ചെയ്യുന്ന പ്രസിഡന്റാണ് മൂപ്പര്. അവിടുത്തെ ഇത് സ്ഥിരമായിട്ട് നിർത്തിയ ഒരു മറ്റേ സെക്രട്ടറി പിരിഞ്ഞുപോയി. അതിന്റെ പകരം താൽക്കാലികമായി ഒരു പയ്യനെ ശരത്ത് പറഞ്ഞ പയ്യനെ നിർത്തിയത്. ശരത്ത് പറഞ്ഞ പയ്യനെ താൽക്കാലികമായി നോക്കാനും നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കൊറോണ വന്ന സമയത്ത് അച്ഛൻ ക്വാറന്റൈനിലായിരുന്നു. ക്വാറന്റൈനിലാകുമ്പോൾ മൂപ്പര് വീട്ടിൽ വന്ന് ചെക്കും കൊണ്ട് വന്ന് ചെക്ക് മാത്രം ഒപ്പിടാൻ പറയും. ചെക്ക് ഒപ്പിട്ടിട്ട് അച്ഛൻ കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ കുറേ പ്രാവശ്യം വന്ന് ഒപ്പിട്ട് അവർ പോകും. പോയിട്ട് അച്ഛൻ ഞാൻ പറയാം അപ്പുറം പറയും എന്താ അച്ഛൻ ഒപ്പിട്ട് കൊടുക്കാൻ വെച്ചാൽ അവൻ കുഴപ്പമില്ല അവർക്കും പറയും. ഇപ്പൊ ഒപ്പിട്ട് സംഖ്യയൊക്കെ മാറ്റിയ സംഖ്യ ചെയ്തിട്ടില്ല. എന്നിട്ട് അവന് ഇഷ്ടമുള്ള സംഖ്യ ചെയ്തിട്ടുണ്ട്. 10-15 ലക്ഷം അങ്ങനെ ആയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ പറഞ്ഞ് എനിക്ക് കുറച്ച് തരാൻ പറ്റില്ല, കുറച്ച് എന്തൊക്കെ പണ്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം കംപ്ലൈന്റ് ഇപ്പം വന്നിട്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടി പോയി. പിന്നെ ഒന്നുമില്ല, അച്ഛന് മാനസികമായി തളർന്നു. പൈസ മൂപ്പർ കൊടുക്കേണ്ടി വരുമോ, പിന്നെ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തി ചെയ്യോ, ഇതൊക്കെയാണ് ഇത് സംഭവം. ഭീഷണിപ്പെടുത്തി തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ടി നന്ദഗോപാൽ ചേരുന്നു. നന്ദഗോപാൽ, എന്താണ് ഈ സംഭവം? കുടുംബത്തിന്റെ ആരോപണം എന്താണ്? ധന്യായി പ്രഭാകരന്റെ ആത്മഹത്യയ്ക്ക് ശേഷം ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത ഈ ആത്മഹത്യാ കുറിപ്പിലാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഈ പാൽ സൊസൈറ്റിയുടെ സെക്രട്ടറിക്കെതിരെയും അവിടെയുള്ള ഒരു ജീവനക്കാരിക്കെതിരെയും ഉണ്ടായത്. ഇതിൽ പ്രഭാകരൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പ്രഭാകരന് എഴുതുന്നതിനും വായിക്കുന്നതിനും ചില പരിമിതികളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് മുതലെടുത്തുകൊണ്ടാണ് ഈ ഒരു തട്ടിപ്പ് സെക്രട്ടറിയും ജീവനക്കാരിയും നടത്തിയത് എന്നുള്ളതാണ് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത്. 2018 സെക്രട്ടറിയായി ഈ ശരത് കുമാർ ഈ പാൽ സൊസൈറ്റിയിൽ എത്തുന്നത്. ഒപ്പം ജീവനക്കാരിയായ രമയുമുണ്ട്. അപ്പോൾ ഈ പല ചെക്കുകളും ഈ പ്രഭാകരന്റെ എടുത്തു കൊണ്ടുവന്ന ഇവർ പലതും പറഞ്ഞ് ഒപ്പിട്ട് വാങ്ങുകയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഏതാണ്ട് 15 ലക്ഷം രൂപ ഇവർ വെട്ടിച്ചു എന്നുള്ളത് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ട്. അങ്ങനെ ഈ കഴിഞ്ഞ സമയത്ത് ഒരു ഓഡിറ്റ് വന്നപ്പോഴാണ് ഈ ഒരു തട്ടിപ്പ് നടന്നതായി പ്രഭാകരൻ തിരിച്ചറിയുന്നത്. ഉടൻ തന്നെ ഇവരോട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ ഹേമാംബിക നഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. പോലീസിന്റെ ഒരു സാന്നിധ്യത്തിൽ ഈ പണം തിരികെ നൽകാമെന്നുള്ളത് ഈ സെക്രട്ടറി ഉറപ്പ് നൽകുകയും ചെയ്തതാണ്. പക്ഷേ പ്രഭാകരന് വലിയ മാനസിക വിഷമം ഈ സംഭവത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തനിക്ക് മേൽ ഇതിന്റെ ബാധ്യത വരുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വല്ലാതെ പ്രഭാകരനെ അലട്ടിയിരുന്നു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അങ്ങനെ ഒരു മനോവിഷമത്തെ തുടർന്നാണ് ഈ ഒരു ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഈ കുടുംബം പറയുന്നത്. ഏതായാലും പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ നടന്നത്. അതിനുശേഷം ഈ മൃതദേഹം ഏറ്റുവാങ്ങാൻ കുടുംബം തയ്യാറായില്ല. പിന്നീട് പോലീസ് ഈ സെക്രട്ടറി